വെരി 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 ഗുഡ് മോർണിംഗ് ലോകമെമ്പാടുമുള്ള മലയാളികളെ. അപ്പം എല്ലാവരും നല്ലൊരു പ്രഭാതത്തിലേക്ക് എഴുന്നേറ്റ് വരിക. ഇന്ന് ഫെബ്രുവരി കഴിഞ്ഞ് നമ്മൾ മാർച്ചിലേക്ക് കടന്നിട്ട് ഒരു ദിവസം പിന്നിട്ട് ഇന്ന് മാർച്ച് 2 കുംഭമാസം 18. അതെ, ഇന്നിപ്പോൾ നമ്മൾ ഈ കാലത്തിൽ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് വല്ലാതെ വിഷമം തോന്നും. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ക്രിസ്റ്റീന, രാമായണത്തിലെ ലക്ഷ്മണോപദേശം അതൊരു മതമോ അതുമായിട്ടൊന്നും കൂട്ടിക്കെട്ടാതെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായൊരു സാഹിത്യ സൃഷ്ടിയാണ്. ഒപ്പം തന്നെ ലക്ഷ്മണനോട് രാമൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. മത്സരം ആദ്യം വെടിയണം, എങ്കിൽ മാത്രമേ ഈ പറയുന്നതെല്ലാം കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ അതിൽ 2 വരികളുണ്ട്. കോപം പരിത്യജിക്കണം ബുധജനം, കോപമല്ലോ യമനായത് നിർണയം. നമ്മൾ ദേഷ്യം നീ വെടിയണം, കാരണം ദേഷ്യം യമനാകും. ദേഷ്യം കോപം വെടിഞ്ഞില്ലെങ്കിൽ പല ദുരന്തങ്ങളിലേക്കും അത് വഴിവെക്കും എന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളിൽ കൂടെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് അതാണ് ഈ പ്രഭാതത്തിൽ പറയാനുള്ള ഒരു സന്ദേശം. നമുക്ക് ക്രോധം വെടിയാം, ക്രോധമില്ലാതെ ജീവിക്കാൻ പഠിക്കാം. ക്ഷമയും സഹനവും സ്നേഹവും കരുണയും തന്നെ ആകട്ടെ നമ്മുടെ മനസ്സിൽ നിറയേണ്ടത്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെ വന്യസന്തപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണ ഭങ്കുരം എന്ന് പറയുന്നുണ്ട്. അതായത് വളരെ ക്ഷണികമായ നമ്മുടെ ജീവിതത്തിലാണ് നമ്മൾ ഈ മത്സരവും ക്രോധവും ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ചെറിയ ജീവിതമാണ്. ചുട്ടുപഴുത്ത ഇരുമ്പ് ദണ്ടിലേക്ക്, ലോഹത്തിന്റെ ദണ്ടിലേക്ക് ഇങ്ങനെ വെള്ളത്തുള്ളി വന്നു വീണാൽ പെട്ടെന്ന് തന്നെ ആ വെള്ളം ഇല്ലാതെയാവും. അത്രയും തീർന്നു പോകുന്നതാണ് നമ്മുടെ ഈ ജീവിതം. അപ്പം എന്തിനാണ് ദേഷ്യം, കോപം, വൈരാഗ്യം? ഒന്നും വേണ്ട. സ്നേഹിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ നല്ല മനോഹരമായ ജീവിതം നമുക്ക് ജീവിച്ച് തീർക്കാം. ഈ സന്ദേശത്തോടെ നമ്മൾ ഇന്നത്തെ മോർണിംഗ് വാക്ക് തുടങ്ങുകയാണ്. ഈ കാലത്തിൽ അത് പ്രാധാന്യം അർഹിക്കുന്നു എന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് നമ്മളിത് പറയുന്നത്, അല്ലേ? ഇന്ന് നമ്മൾ UK പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് അവിടെ നാഷണൽ ഓൾഡ് സ്റ്റഫ് ഡേ ആണ്. അതായത് ഓൾഡ് സ്റ്റഫ് ഡേ, അതായത് പഴയ സാധനങ്ങള്, പഴയ ആശയങ്ങള്, പഴയ ചിന്താഗതികള്, ഇപ്പൊ ആവശ്യമില്ലാത്തവയൊക്കെ ഉപേക്ഷിക്കണം എന്നുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമില്ലാത്ത നിലപാടുകൾ, ആവശ്യമില്ലാത്ത ചിന്താഗതികൾ ഒക്കെ ഉപേക്ഷിക്കാനുള്ള ഒരു ദിവസം കൂടിയാണ്. അതുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു സൂപ്പർ പ്രഭാതം എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്കും. എല്ലാവരും കമന്റ് ബോക്സിലേക്ക് വരിക, ചാടി എഴുന്നേക്കുക. ഞായറാഴ്ചയാണ്, പക്ഷേ ആലസ്യമൊന്നും വേണ്ട. അപ്പോൾ ഇന്ന് ഒരു പുണ്യമാസത്തിന്റെ തുടക്കമാണ്. സംസ്ഥാനത്ത് റമദാൻ വ്രതാരംഭം. സംസ്ഥാനത്ത് ഇന്നു മുതലാണ് റമദാൻ വ്രതാരംഭം. ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇനിയുള്ള ഒരു മാസക്കാലം വ്രതശുദ്ധിയുടെ നാളുകളാണ്, അല്ലേ? അതെ, വിശുദ്ധ മാസം പ്രാർത്ഥന കൊണ്ടും സൽക്കർമ്മം കൊണ്ടും പുണ്യമാക്കാൻ ഒരുങ്ങുകയാണ് വിശ്വാസികൾ. സമൂഹത്തിന്റെ നന്മയ്ക്കായി നോമ്പുകാലം പ്രയോജനപ്പെടുത്താൻ വിവിധ ഖാസിമാർ ആഹ്വാനം നൽകിയിട്ടുണ്ട്. അല്ലാഹു അക്ബർ, ഷഹബാൻ മാസം പൂർത്തിയാക്കി പുണ്യമാസപ്പിറവിയായി. ലോകത്തെ ഇസ്ലാം ജനതകൾക്കാകെ ഇനി റമദാൻ, വിശുദ്ധ മാസത്തിൻ്റെ ദിനരാത്രങ്ങൾ. ഉപവാസത്തിൻ്റെ പകലും ഉപാസനയുടെ രാവുമായി ഇനിയൊരു റമദാൻ മാസക്കാലം. റമദാൻ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം കരിച്ചു കളയുക, സ്ഫുടം ചെയ്തെടുക്കുക എന്നൊക്കെയാണ്. മാനവ മനസ്സിലെ തിന്മകളെ കരിച്ചു സ്ഫുടം ചെയ്തെടുത്ത് ആത്മസംസ്കരണത്തിലൂടെ ആത്മീയ നിർവൃതിയിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് റമദാൻ മാസത്തിൻ്റെ സവിശേഷത. അന്നപാനീയങ്ങൾ വെടിഞ്ഞ് സുഖഭോഗങ്ങൾ വർജിച്ച് ഇലാഹി തൃപ്തിക്കായുള്ള നോമ്പുകാലത്തിന് പവിത്രത ഏറെയാണ്. സഹജീവികളെ കാരുണ്യം കൊണ്ട് ചേർത്ത് പിടിക്കുന്ന വലിയ മാനുഷിക കടമയും ഈ നോമ്പുകാലത്തിൻ്റെ പ്രത്യേകതയാണ്. സക്കാത്തു നൽകി ഉള്ളവൻ ഇല്ലാത്തവനെ ചേർത്ത് പിടിക്കുന്ന പുണ്യം നേടുന്ന കടമയുടെ നിറവിലൂടെയാണ് റമദാൻ സുദിനങ്ങൾ പൂർത്തിയാകുന്നത്. ബദറിന്റെ ഓർമ്മ പുതുക്കലും ലൈലത്തുൽ ഖദറും പിന്നിട്ടാണ് റമദാൻ പരിസമാപ്തിയിലേക്ക് എത്തുക. അകത്തും പുറത്തുമുള്ള തിന്മകൾക്കെതിരായ ആത്മീയ പോരാട്ടമാണ് അക്ഷരാർത്ഥത്തിൽ റമദാൻ. അതെ, ഈ നോമ്പുകാലം. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്.
അപ്പോൾ ആ മനോഹരമായ നോമ്പുകാലം നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാകട്ടെ. എല്ലാവർക്കും നോമ്പിന്റെ തുടക്കത്തിൽ ആ ഒരു ആശംസകൾ നമ്മൾ നേരുന്നു. പ്രാർത്ഥനാ നിർഭരമായ ദിവസങ്ങളാണ് ഇനി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മനസ്സിലെ ഇരുട്ടിനെ എല്ലാം അകറ്റി വെളിച്ചത്തെ നിറയ്ക്കുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത്. ഒരുപാട് പേർക്ക് നന്മ ചെയ്യാനും സേവനം ചെയ്യാനും സ്നേഹത്തോടെയും കരുണയോടെയും തൻ്റെ സഹജീവികളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ. അതങ്ങനെ ദിവസം മാത്രമല്ല, ഈ വ്രതാനുഷ്ഠാനങ്ങളുടെ ദിവസങ്ങളിൽ മാത്രമല്ല, ഒരു വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഈ നന്മയുടെ പുണ്യകാലത്തിന്റെ തുടക്കം കൂടിയാണ് ഈ വ്രതാനുഷ്ഠാനം, അല്ലേ? അതെ. ബൈ ദ ബൈ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വോക്ക് വേകളിലൊന്നായ മറൈൻ ഡ്രൈവിലാണ്. ഇവിടെ ഒരു അല്പസമയം കൂടെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കേരളത്തിന്റെ പല സ്ഥലത്തു നിന്നും അവധി ദിനമൊക്കെ ചെലവഴിക്കാൻ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. പാലത്തിന്റെ ആ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ വന്ന വാർത്ത, നമ്മൾ ഇന്നലെ രാവിലെ ശരിക്കും പറഞ്ഞാൽ ദിവസം തന്നെ തുടങ്ങിയത് വല്ലാത്തൊരു ദുഃഖ വാർത്തയിൽ നിന്നാണ്, അല്ലെ? കോഴിക്കോട് താമരശ്ശേരിയിൽ സഹപാഠികളുടെ എന്ന് തന്നെ വേണം പറയാൻ, വിദ്യാർത്ഥികളുടെ മർദ്ദനമേറ്റ നമ്മുടെ ഷബാസ് മരിച്ചുപോയി. ഇന്നലെ ആ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു, ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരുന്നു. പക്ഷേ ആ കേസിൻ്റെ അന്വേഷണം ഇനി നടക്കേണ്ടതുണ്ട്. ഇന്നലെ മാതാപിതാക്കളുടെ ദുഃഖം അത് കണ്ടാൽ വാക്കുകളിലൂടെ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് മിണ്ടാതെ നിൽക്കാനേ തോന്നുള്ളൂ. അത്രയും വേദനിപ്പിക്കുന്ന നിമിഷങ്ങളായിരുന്നു. ആ വാർത്തയുടെ തുടർവാർത്ത ഇന്ന് നമ്മൾ കൊടുക്കണം ഇപ്പോൾ, അല്ലേ? അതെ. അപ്പോൾ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഷഹബാസിന്റെയും പ്രതികളുടെയും മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ എന്നിവരുടെ മൊഴി രേഖപ്പെടുത്തും. CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കും. അതെ. രാഹുൽ സുരേഷാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, പറയാൻ പോകുന്ന വാർത്ത ഇതായതുകൊണ്ട് ഒരു ഗുഡ് മോർണിംഗ് പറയാൻ പോലും മനസ്സനുവദിക്കുന്നില്ല. എന്നാലും ഒരു നല്ല ദിവസമാകട്ടെ, ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രതീക്ഷയാണ്. പക്ഷേ ഈ വാർത്തയുടെ ഇന്നത്തെ അപ്ഡേറ്റ്സ് പറയും. സ്മിത, ക്രിസ്റ്റീന, ഈ സംഭവത്തിന്, അതായത് മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘവും അതോടൊപ്പം തന്നെ മുതിർന്ന ആളുകളും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന സംശയം ആദ്യം തന്നെ ഷഹബാസിന്റെ കുടുംബം ആരോപണമായി ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ചുരുളഴിക്കാനുള്ളൊരു ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഇനി മുതൽ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ പൂർത്തിയാക്കി. ഇന്ന് മുതൽ കൃത്യമായി അന്വേഷണത്തിലൂടെ മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. അതിന്റെ ആദ്യഘട്ടം ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാന ഘട്ടം ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്. അതിലൊന്ന്, ഈ കൊലപാതകത്തിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ടോ എന്ന് കണ്ടെത്തുകയാണ്. അതിന് വേണ്ടിയിട്ട് കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്താൻ പോവുകയാണ് അന്വേഷണ സംഘം. ഷഹബാസിന്റെ മാതാപിതാക്കൾ, ഈ പ്രതികളായ 5 പേരുടെയും മാതാപിതാക്കൾ, അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്നിവരുടെ എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്താൻ പോവുകയാണ് അന്വേഷണ സംഘം. ഇന്നലെ വിവിധയിടങ്ങളിൽ നിന്നും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചിരുന്നു. അത് ഈ സ്കൂളിന്റെ പരിസരത്ത് നിന്നും അതോടൊപ്പം തന്നെ ട്യൂഷൻ സെന്ററിന്റെ പരിസരത്ത് നിന്നുമുള്ള CCTV ദൃശ്യങ്ങളാണ് ശേഖരിച്ചിട്ടുള്ളത്. അത് ഇന്ന് പരിശോധിക്കും. മറ്റൊന്ന്, ഈ പ്രതികൾ ഉപയോഗിച്ചിരുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോലീസ് ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിലുള്ള പരിശോധനയിൽ മുതിർന്ന ആളുകൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ല എന്ന് തന്നെ സ്ഥിരീകരിക്കുകയാണ് അന്വേഷണ സംഘം. പക്ഷേ കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിലൂടെ അത്തരത്തിൽ ആ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ കേസിന്റെ ചുരുളഴിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെയും അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെയും എല്ലാം ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള കൃത്യമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് റൂറൽ SP ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന, സ്മിത. ശരി, ആ രീതിയിൽ എന്തായാലും അന്വേഷണം ശരിയായി പുരോഗമിക്കട്ടെ. ഈ പ്രതികളെന്ന് സൂചനയുള്ള ഈ വ്യക്തികൾ ഇനി അവരുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. ഇനി നമുക്ക് പോകേണ്ടത് എവിടെയാണ്? കാസർഗോഡേക്ക് പോകണം. കാസർഗോഡ് കാഞ്ഞങ്ങാട് വാട്സപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയെന്ന പരാതിയിൽ കോടതിയെ സമീപിച്ച യുവതി ഭർത്തൃവീട്ടിൽ അനുഭവിച്ച പീഡനത്തിന് നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ഹൗസ് ദുർഗ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. യുവതിയുടെ മൊഴി പോലീസ് ഇന്ന് വീണ്ടും രേഖപ്പെടുത്തും. അരുൺ പാറക്കലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനുള്ളത്. അരുൺ, ഗുഡ് മോർണിംഗ്. ഇന്നലെ വന്ന വാർത്തയാണ്. ഇപ്പം ഈ യുവതിയുടെ പരാതിയിൽ നടപടികൾ നടക്കേണ്ട സമയമാണ്. നമ്മൾ ഇന്നലെ കണ്ടതാണ്, വാട്സപ്പിലൂടെ പറഞ്ഞ് മുത്തലാഖ് ചൊല്ലുന്നു. ആ കാലമൊക്കെ കഴിഞ്ഞു പോയി എന്ന് ഇദ്ദേഹം അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ കൃത്യമായിട്ട് ഇത് കേസ് എടുക്കേണ്ടത് അത്യാവശ്യം തന്നെയായിരുന്നു, അല്ലേ? കോടതിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ബോധിപ്പിച്ചിട്ടുള്ളത്? സ്മിത, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ യുവതി കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കഴിഞ്ഞ ഫെബ്രുവരി 21-ാം തീയതിയാണ് ഈ യുവതിയുടെ കല്ലൂരാവി സ്വദേശിയായ 21-കാരിയുടെ പിതാവിൻ്റെ ഫോണിലേക്ക് ഭർത്താവ് അബ്ദുൾ റസാഖ്
ഒരു ശബ്ദ സന്ദേശം അയക്കുന്നത്. മുത്തലാഖ് ചൊല്ലി മകളെ വേർപിരിഞ്ഞു എന്നായിരുന്നു ആ ശബ്ദ സന്ദേശം. ഇതുമായി ബന്ധപ്പെട്ട യുവതി ആദ്യം തന്നെ പോലീസിനെ സമീപിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. യുവതിക്ക് ജീവനാംശം നൽകണം, അതുപോലെ തന്നെ യുവതിയിൽ നിന്ന് ഈ പ്രതി അതായത് അബ്ദുൾ റസാഖ് കൈക്കലാക്കിയ 20 പവൻ സ്വർണം തിരിച്ചു നൽകണം. അതുമാത്രമല്ല, യുവതിയെ വീട്ടിലിട്ട് പീഡിപ്പിച്ച ഭർത്തൃ സഹോദരിമാരും അതുപോലെ തന്നെ അമ്മയ്ക്കുമെതിരെ നടപടിയെടുക്കണം, അവരിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിത്തരണം എന്നൊക്കെയാണ് ആവശ്യം. ഗാർഹിക പീഡനത്തിന് കേസെടുക്കണമെന്നൊക്കെ യുവതി കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹോസ്ദുർഗ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1ലാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി യുവതി നൽകിയിരിക്കുന്നത്. യുവതിയുടെ മൊഴി ഇന്ന് വീണ്ടും പോലീസ് രേഖപ്പെടുത്തും. കഴിഞ്ഞ ഫെബ്രുവരി 21 ഇതുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശം വരുന്നത്. 2022 ഓഗസ്റ്റ് 8 ഈ യുവതിയും അതുപോലെ തന്നെ നെല്ലിക്കട്ട സ്വദേശിയായ അബ്ദുൾ റസാഖും തമ്മിലുള്ള കല്യാണം കഴിയുന്നത്. അതിനുശേഷം നിരന്തരമായി 2.5 വർഷത്തോളം ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് പെൺകുട്ടി നൽകിയ പരാതിയിലുള്ളത്. പെൺകുട്ടി 2.5 വർഷത്തോളം പല ദിവസങ്ങളിലായി വീട്ടിൽ പട്ടിണി കിട്ടുന്നും സ്ത്രീധനമായി നൽകിയ സ്വർണം കുറഞ്ഞു പോയെന്നും ഇവരിങ്ങനെ നിരന്തരമായി മാനസികമായൊക്കെ പീഡിപ്പിച്ചിരുന്നു എന്ന് യുവതി പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഇന്ന് വീണ്ടും ഈ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അബ്ദുൾ റസാഖിനെതിരെ ഉടൻ തന്നെ കേസെടുക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. സ്മൃത ക്രിസ്റ്റീന. ശരി, അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ ഒരു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അത് ആജീവനാന്തമുള്ള ഒരു ഉടമ്പടിയാണല്ലോ. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ സ്വർണം ഒരാളിനെ കാണാൻ ഇപ്പം ഈ പറയുന്നത് പോലെ ഓരോരുത്തർക്കും ഓരോ പ്രതീക്ഷയുണ്ടാവും. ആ പ്രതീക്ഷയൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരാളിനെ വിവാഹം കഴിക്കുക, ഇതിന് ശേഷം ഇങ്ങനെ ആ വിവാഹം കഴിച്ച ആളിനെ ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുന്നത് വലിയ ദുഃഖമുള്ള കാര്യമാണ്. നമ്മൾ ആശാ വർക്കേഴ്സിന്റെ സമരത്തിലേക്ക് പോയാൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരം 21ാം ദിവസത്തിലേക്ക് സമരത്തിന് പിന്തുണയേറുമ്പോഴും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ആരോഗ്യവകുപ്പ്. കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്നും സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തും. എന്നാൽ ഹെൽത്ത് വോളണ്ടിയർമാരെ നിയമിക്കാനുള്ള ആരോഗ്യവകുപ്പ് ഉത്തരവിന് പിന്നാലെ കൂടുതൽ ആശമാർ ഡ്യൂട്ടിക്ക് എത്തി എന്നാണ് സർക്കാരിന്റെ അവകാശവാദം. ഇന്നലെ 525 ആശമാർ സമരത്തിൽ നിന്ന് പിന്മാറി ജോലിയിൽ റിപ്പോർട്ട് ചെയ്തു. 5% ആശമാർ മാത്രമാണ് സമരത്തിൽ ഉള്ളതെന്നും NHM അറിയിച്ചു. പക്ഷേ ഇന്ന് പ്രഭാതത്തിൽ വന്ന ഒരു വിവരം കൂടിയുണ്ട്. ഈ ആശാ വർക്കേഴ്സിന്റെ ഇതിൽ ഇവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലാണല്ലോ, നമ്മൾ കാണാറുണ്ട് രാത്രിയും പകലും ഇല്ലാതെ അവരവിടെ സമരം ചെയ്യുന്നുണ്ട്. വെളുപ്പിന് മഴയെത്തി, അപ്പോൾ അതിനു മുൻപേ തന്നെ അവരുടെ ആ ടർപ്പോളിൻ വെച്ചിട്ടുള്ള സമരപ്പന്തൽ അത് പൊളിച്ചു മാറ്റി. ആശാ വർക്കേഴ്സിനോട് പോലീസിന്റെ ക്രൂരത, അവരുടെ സമരപ്പന്തലിലെ ടർപ്പോളിൻ പോലീസ് അഴിപ്പിക്കുകയായിരുന്നു. പുലർച്ചെ 3 മണിയോടെ ടർപ്പോളിൻ അഴിച്ചതോടെ മഴ നനഞ്ഞാണ് ആശാ വർക്കേഴ്സ് കിടന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. ഇങ്ങനെ കെട്ടിയപ്പോ ഇത്ര ഭയങ്കര നഷ്ടം നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സനുവദിച്ചു? നിങ്ങളൊന്നും മനുഷ്യരാണോ? പറയണ്ടേ? ഈ വെളുപ്പാൻ കാലത്തെ ഈ സമയത്ത് വന്ന് നിന്നിട്ട് പറയുന്നു ഈ ടാർപ്പ അഴിച്ചു മാറ്റാൻ എടുത്ത് കൊണ്ട് കള. മനുഷ്യർക്ക് പറ്റൊന്നുമല്ല. അപ്പോൾ ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഇത് വലിയ ഒരു എന്താ പറയുന്നത് മഴ, അതുപോലെ തന്നെ കടുത്ത വെയിലൊക്കെ ഉള്ളപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അതുപോലും നിഷേധിക്കുക എന്ന നടപടിയിലേക്ക് പോലീസ് കടക്കുന്നു. വിവരം എന്താണ്? ഗുഡ് മോർണിംഗ് സ്മിത, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും സമാനതകളില്ലാത്ത ഒരു ദുരനുഭവത്തിലൂടെയാണ് കഴിഞ്ഞ രാത്രി ഈ ആശാ വർക്കേഴ്സ് കടന്നു പോയത്. അവർക്ക് ഏകദേശം പുലർച്ചയോടുകൂടി 3 മണിയോടുകൂടിയാണ് മഴ ഉണ്ടായത്. മഴ സ്വാഭാവികമായി മഴ നനയാതെ രാപ്പകൽ സമരത്തിലാണ് അവർ. സ്വാഭാവികമായി മഴ നനയാതിരിക്കാനുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ അവർ തേടും. അതിന്റെ ഭാഗമായാണ് ടാർപോളിൻ കെട്ടാൻ തീരുമാനിച്ചത്. ടാർപോളിൻ എടുത്തപ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് അതിനെതിരെയുള്ള നിലപാടെടുത്തു. ഇവിടെ ടാർപോളിൻ കെട്ടി സമരം നടത്താൻ കഴിയില്ല എന്നുള്ള നിലപാടെടുത്തു. ഒടുവിൽ ആ മഴ നനഞ്ഞ് ആ രാപ്പകൽ സമരം തുടരേണ്ട അവസ്ഥയിലേക്ക് ഈ ആശാ വർക്കേഴ്സ് എത്തി. എന്തായാലും ആ ഒരു സമാനതകളില്ലാത്ത, കാരണം സമരം പൊളിക്കാനുള്ള നിരവധി മാർഗങ്ങൾ സർക്കാർ തേടുന്നുണ്ട്. പക്ഷെ അതോടൊപ്പമാണ് ഇത്തരം ഒരു ക്രൂരത ഇവർ നേരിടേണ്ടി വന്നത്. എന്തായാലും അവരുടെ പ്രതികരണത്തിലേക്ക് തന്നെ പോകാം. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? നമ്മൾ 11:30-12 മണിയായി ഞങ്ങൾ കിടക്കാൻ തുടങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു. 2 മണിയോടുകൂടി മഴ പെയ്യാൻ തുടങ്ങി.
അന്നേരമാണ് നമ്മൾ എണീറ്റിട്ട് ടാർപോളിൻ കെട്ടാമെന്ന് വിചാരിച്ച് ഇവിടെ മുതൽ കെട്ടി അങ്ങോട്ട് തീരാറാകുമ്പോൾ കെട്ടി തുടങ്ങുമ്പോൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നോക്കിക്കൊണ്ട് വന്നിട്ട് കെട്ടി തീർന്ന് കിടക്കാറാകുമ്പോഴത്തേക്കും വന്നിട്ട് അഴിച്ചു മാറ്റാൻ പറഞ്ഞു. അങ്ങനെ അഴിച്ചു മാറ്റി. ഭയങ്കര വിഷമം തോന്നി. ഒരു സ്ത്രീപക്ഷ ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. രാത്രി നടത്തം, വനിതാ ജംഗ്ഷൻ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ഉള്ള പദ്ധതികളെല്ലാം ഇവർ ആവിഷ്കരിക്കുന്ന സർക്കാർ എന്നാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനും അതിലെല്ലാം പങ്കെടുത്ത ഒരു വ്യക്തിയും കൂടിയാണ്. തീർച്ചയായിട്ടും വള്ളിച്ചൽ പഞ്ചായത്തിൽ 1-ാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നതും വർക്ക് ചെയ്യുന്നതും. ഞാൻ വള്ളിച്ചൽ പഞ്ചായത്തിന്റെ ഇതുപോലെയുള്ള എല്ലാ പരിപാടികൾക്കും എൻ്റെ മോളുടെ പ്രോഗ്രാമും എല്ലാത്തിനും ഞാൻ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ചേച്ചി വിഷമമായോ ചേച്ചി? ലൈറ്റ് ഇതുണ്ട് സാറേ. 3 ദിവസം ഈ 3 പോസ്റ്റിലും ലൈറ്റ് ഇല്ല. ഞങ്ങളിവിടെ കിടക്കുന്നതുകൊണ്ട് ഇത് 3-ാമത്തെ പ്രാവശ്യമാണ് ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊക്കെ. ഞങ്ങളിവിടെ മഴയിൽ ഞാൻ ഗുളിക കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. കിടന്ന് മഴ മറ്റെല്ലാം അഴിച്ചു മാറ്റി നനഞ്ഞു കുളിച്ച് ഉറങ്ങാൻ പോലും പറ്റില്ല. ഞങ്ങളെ എന്തിനാ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുന്നത്? ഞാൻ ഈ പാവങ്ങളുടെ മന്ത്രി എന്നല്ല പറഞ്ഞത്. ഞങ്ങൾ അതുകൊണ്ടല്ല ഞങ്ങൾ ജയിപ്പിച്ച് വിട്ടത്. ഈ ക്രൂരത ഒരുത്തരോടും കാണിക്കരുത്. ഞങ്ങളിപ്പോ ഏറ്റവും താഴെത്തട്ടിലെ പാവങ്ങളാണ്. സംഭവം കാണുന്നുണ്ട് ചേച്ചി. എന്തായാലും ഞങ്ങൾ ഏറ്റവും താഴെത്തട്ടിലെ പാവങ്ങളാണ് സാറേ. ഈ പാവത്തിനെ ഇങ്ങനെ ദ്രോഹിക്കരുത്. പക്ഷെ മുകളിൽ ഒരാളാണ് ദൈവം. സർവേശ്വരൻ ഇതിന് മാപ്പ് കൊടുക്കൂല. സത്യമായിട്ടും പറയണം സാർ. എനിക്ക് 60 വയസ്സാവാൻ പോകും. സർവേശ്വരൻ ഞാൻ ഗുളിക കഴിച്ചിട്ട് ഈ കിടക്കാൻ ഇരുന്നാണ് സാറേ പറഞ്ഞത്. നമുക്ക് എന്തായാലും ഈ സമരങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും എല്ലാം ന്യായമാണെന്ന് പൊതുസമൂഹത്തിന് അറിയാം. എന്തായാലും ഈ ചെയ്തത് കഴിഞ്ഞ ദിവസം ചേച്ചി രാത്രി ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ വാഷ്റൂമിൽ പോയത്. ഇത് സമാനതകളില്ലാത്ത ഒരു ക്രൂരതയാണ്. സാധാരണ ഒരു സമരക്കാർ പോലും അതിനേക്കാൾ ഭീകരമായി അനുഭവിക്കേണ്ടുന്നത്. എന്തായാലും ഈ സമരം ഈ ബുദ്ധിമുട്ടെല്ലാം അനുഭവിച്ചിവിടെ തന്നെ തുടരില്ലേ? തുടരും. ഞങ്ങൾ ഇനി വിടൂല. 1 ഇഞ്ച് ഞങ്ങൾ പിറകോട്ട് പോവില്ല. ഇനി എനിക്ക് ആശാവർക്കന്റെ ജോലി പോയാലും വേണ്ടില്ല. ഞാൻ പിച്ചെടുത്ത് ജീവിച്ചാലും ഇനി ഇതിന് പിന്മാറുന്ന പ്രശ്നമില്ല. ഞങ്ങൾ 1-ലോ 2-ലോ അറിഞ്ഞിട്ടേ മാറും. ഇനി മാറില്ല സാർ. ഞങ്ങൾക്ക് വേണ്ടി പാവങ്ങളുടെ മന്ത്രി എന്നാണ് പറഞ്ഞത്. പാവങ്ങൾ 2ാമത് ഞങ്ങൾ ജയിപ്പിച്ച് വിട്ട് സന്തോഷത്തോടുകൂടി ജയിപ്പിച്ചു വിട്ട്. എന്തിനാ സാറേ ഈ താഴെത്തട്ടിലുള്ള ഞങ്ങൾ ഈ പിച്ചക്കാരായ ഞങ്ങളെ ഈ ദ്രോഹിക്കുന്നത്? എന്തായാലും കടുത്ത പ്രതിസന്ധിയാണ് അവർ നേരിടേണ്ടി വന്നത്. എന്തായാലും ഇതേ സെക്രട്ടേറിയറ്റ് മുന്നിൽ തന്നെയാണ് കഴിഞ്ഞ മാസം CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിൽ സമരപ്പന്തൽ കെട്ടി സമരം നടത്തേണ്ടി വന്നത്. അത് പൊളിച്ചു നീക്കാനോ അല്ലെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കണമെന്നോ പോലും പറയാത്ത പോലീസാണ് ഈ ആശാ വർക്കേഴ്സ് രാത്രി മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ടാർപോളിൻ വലിച്ചു കെട്ടിയപ്പോൾ അത് പൂർണ്ണമായി അഴിച്ചുമാറ്റി മഴയത്ത് നിർത്തിയത്. ക്രിസ്റ്റീന, സ്മിത. ഉമേഷ് ബാലകൃഷ്ണനാണ് ആ വിവരങ്ങൾ, ആ പ്രതികരണമെല്ലാം നമുക്ക് നൽകിയത്. ആ ദൃശ്യങ്ങൾ തന്നെ പറയുന്നുണ്ട്, ആ പ്രതികരണങ്ങൾ തന്നെ പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. മഴ വരും എന്ന് മനസ്സിലായപ്പോൾ ടർപോളിൻ കെട്ടുന്നു, അത് നോക്കി നിൽക്കുന്നു, എന്നിട്ട് അത് കഴിഞ്ഞ് അവരെ കൊണ്ട് അത് അഴിപ്പിക്കുന്നു. എന്തൊരു ക്രൂരതയാണത്! ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരം പ്രവൃത്തികൾ ശരിയല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. അവർ രാത്രിയും പകലും അവിടെ വെയിലും മഴയും ഒന്നും വകവയ്ക്കാതെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമരം ചെയ്യുവാനുള്ള അവരുടെ അവകാശം അത് നിഷേധിക്കാൻ അതിന് എന്ത് കാരണം കൊണ്ടായിക്കോട്ടെ അത് ആർക്കും അതിനുള്ള റൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലെ? മാത്രമല്ല ആ ചേച്ചിയുടെ ചോദ്യം ഉള്ളുലയ്ക്കുന്ന ചോദ്യമാണ്. എന്താ സാറേ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്ക് അല്പമെങ്കിലും മനസാക്ഷിയുള്ളവർക്കൊക്കെ രാവിലെ ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ എന്താ പറയണേ, എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയും വിഷമമുണ്ട്. അപ്പോൾ അവർ പറയുന്ന അവരുടേതായ ആ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മുടെയും ഒരു താല്പര്യം. അതെ. നമ്മൾ ഉത്തരാഖണ്ഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ചമോലി ജില്ലയിലെ മനയിലുണ്ടായ മഞ്ഞിടിച്ചിലിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 8 പേരാണ് കുടുങ്ങിക്കിടക്കുന്നത്. പ്രദേശത്തെ 7 അടി ഉയരത്തിൽ മഞ്ഞ് വീണ് കിടക്കുന്നുവെന്നാണ് രക്ഷാപ്രവർത്തകർ നൽകുന്ന വിവരം. 4 പേരാണ് അപകടത്തിൽ മരിച്ചത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും സാഹചര്യങ്ങൾ അവലോകനം ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചമോലിയിൽ അപകടമുണ്ടായത്. ബോർഡർ റോഡ് ഓർഗനൈസേഷനിലെ തൊഴിലാളികളാണ് മഞ്ഞുവീഴ്ചയിൽ കുടുങ്ങിയത്. മനയ്ക്കും ബദരീനാഥിനും ഇടയ്ക്കുള്ള BRO ക്യാമ്പിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. 8 കണ്ടെയ്നറുകളിലും ഒരു ഷെഡിലും തൊഴിലാളികൾ കുടുങ്ങി. അപ്പോൾ ഈ കനത്ത മഞ്ഞുവീഴ്ചയുണ്ട്. അപ്രതീക്ഷിതമായി വല്ലാതെ മഞ്ഞുവീഴ്ച കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ പലരും ഈ യാത്ര, മഞ്ഞുവീഴ്ച കാണാൻ തന്നെയുള്ള യാത്രകളിലൊക്കെ തന്നെയാണ്. തീർത്ഥാടനം നടത്തുന്നവരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ശ്രദ്ധിക്കണം. ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകും. എല്ലാ ഒരുക്കങ്ങളും അതുപോലെ മാർഗനിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു വേണം പോകാൻ. വളരെയധികം കരുതലോടെ വേണം യാത്ര ചെയ്യാൻ.
ഇനി നമ്മൾ തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാനെ ജയിലിലേക്ക് മാറ്റിയേക്കും എന്ന് പറയുന്ന അപ്ഡേഷൻ ഉണ്ട്. നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സെല്ലിലാണ് പ്രതിയുള്ളത്. മെഡിക്കൽ ബോർഡ് ചേർന്ന് ആരോഗ്യനില വിലയിരുത്തിയ ശേഷമാകും തീരുമാനം. ആശുപത്രിയിൽ നിരീക്ഷണം ഒഴിവാക്കാൻ മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചാൽ ജയിലിലേക്ക് മാറ്റും. തെളിവെടുപ്പിനായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ആശുപത്രിയിൽ കഴിയുന്ന ഷെമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ ഒരു വെളിച്ചമുണ്ട്. കാരണം ഒരു ചെറിയ ചായക്കട ഇവിടെയുണ്ട്. അപ്പോൾ അതിന്റെ വെളിച്ചം ചുറ്റുപാടും ഉണ്ട്. അപ്പോൾ കുറച്ച് അങ്ങനെയാകണം മനുഷ്യരെന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളില് വെളിച്ചമുണ്ടെങ്കിൽ, വെളിച്ചം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കത്തിച്ചു വെച്ചാൽ വിളക്കല്ലല്ലോ. മനസ്സിൽ നന്മയുണ്ടെങ്കിൽ, സ്നേഹം ഉണ്ടെങ്കിൽ അതിങ്ങനെ പുറത്തേക്കും ചുറ്റും നിൽക്കുന്നവരിലേക്കും അതിങ്ങനെ പകരും. അത് പകർച്ചവ്യാധി പോലെ പകരുമെന്നാണ് പറയുന്നത്. അത്രയും മനോഹരമായ ഒരു കൺസെപ്റ്റാണ്. പകർച്ചവ്യാധി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ടല്ലേ ചിന്തിക്കാറ്. പക്ഷേ ഉള്ളിലെ വെളിച്ചം, നമ്മുടെ സ്നേഹമൊക്കെ പോസിറ്റീവായിട്ട് മറ്റുള്ളവരിലേക്ക് അങ്ങനെ പരത്താൻ നോക്കണം. അത് ഈ പ്രഭാതത്തിൽ ഇവിടെ ഈ മറൈൻ ഡ്രൈവിലെ വാക്ക് വേയിൽ നിൽക്കുമ്പോൾ നല്ല സുഖമുണ്ട്. ഞായറാഴ്ചയാണ്, എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണെന്ന് അറിയാം. പക്ഷെ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് ചായയൊക്കെ കുടിച്ച് ഒരു മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങും. ആരോഗ്യത്തിന് നല്ലതാണ്. കേരളത്തിലെ ഈ രക്തസമ്മർദ്ദം അത് ഉയരുന്നുണ്ട്. അതുപോലെ പ്രമേഹ രോഗികളുടെ എണ്ണം കൂടുന്നു. അതുപോലെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ദേഷ്യവും അക്രമവാസനയും ഒക്കെ കൂടി വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതൊക്കെ നിർത്താൻ ഈ രാവിലെയുള്ള മോർണിംഗ് വാക്കൊക്കെ നമുക്ക് ഗുണകരമാണ്. അത് ഒരു സർവേയിലും പറയുന്നുണ്ടായിരുന്നു. അതായത് അതിരാവിലെ ഉണർന്നുള്ള രാവിലെ നടത്തം അത് നമ്മളുടെ സമ്മർദ്ദം വലിയ തോതിൽ കുറയ്ക്കുന്നു എന്നൊരു സർവേ അടുത്തിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അന്നത്തെ മോർണിംഗ് വാക്കിൽ അത് പറയുകയും ചെയ്തിരുന്നു. നമ്മളെപ്പോഴും ആക്റ്റീവായിരിക്കുമ്പോൾ നമ്മൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനാവും. നമുക്കിനി കോഴിക്കോട് പയ്യോളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നവോധുവിനെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുത്തു. ഭർതൃവീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ മൊഴി നൽകിയത്. സംഭവത്തിൽ മറ്റ് ദുരൂഹതകളില്ലെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടി മുൻപ് വിഷാദ രോഗത്തിന് ചികിത്സ തേടിയിരുന്നതായും പോലീസ് പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രിയിലാണ് ചേലിയ സ്വദേശി ആർദ്രയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ മാസം 2-നായിരുന്നു ആർദ്രയുടെയും പയ്യോളി സ്വദേശി ഷാനിന്റെയും വിവാഹം. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോയാൽ ഇന്ന് തിരുവനന്തപുരത്ത് ഒരു വിശിഷ്ട അതിഥി എത്തുകയാണ്. രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് തിരുവനന്തപുരത്തെത്തും. 4ാമത് പി പരമേശ്വരൻ സ്മാരക പ്രഭാഷണത്തിനായാണ് ഉപരാഷ്ട്രപതി എത്തുന്നത്. ജനാധിപത്യം, ജനസംഖ്യ, വികസനം, ഭാരതത്തിന്റെ ഭാവി എന്ന വിഷയത്തിൽ ഭാരതീയ വിചാര കേന്ദ്രമാണ് പ്രഭാഷണം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 11:30 കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി നടക്കുന്നത്. അനുസ്മരണ പരിപാടിക്ക് ശേഷം ഉപരാഷ്ട്രപതി ഹൈദരാബാദിലേക്ക് പോവുകയും ചെയ്യും. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റായി. ഞായറാഴ്ചയുടേതായ ആലസ്യമൊന്നുമില്ലാതെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് പ്രേക്ഷകർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജനാർദ്ദനൻ ചേട്ടൻ പറഞ്ഞൊരു കമന്റാണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത്. രാവിലെ സ്മിതയുടെ ആ ഒരു എന്താ പറയുന്നത്, നമ്മുടെ പറഞ്ഞ കാര്യം അത് കേട്ട് അത് ശ്രദ്ധിച്ചു നിന്നുകൊണ്ട് പാല് തൂകിപ്പോയി. പാവത്തിന് ഇന്ന് ചായ കുടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ കുറച്ചേ പോയിട്ടുണ്ടാവുള്ളൂ ക്രിസ്റ്റീന, അപ്പോഴേക്കും ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ പാല് തിളപ്പിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ക്രിസ്റ്റീന, നമ്മളിങ്ങനെ നോക്കി നിന്ന് ഇത് തിളച്ച് വരികയില്ല. നമ്മളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞോ അപ്പൊ തിളച്ച് പോകും പാല്. ചില മനുഷ്യരുടെ പോലെയാണ്. വളരെ കരുതലോടെ വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ചേട്ടാ സോറി, എന്നാലും പക്ഷെ കാണുന്നതും കേൾക്കുന്നതും തുടർന്നുകൊണ്ടേ ഇരിക്കട്ടോ. അപ്പോൾ നമ്മുടെ നീതു ജോർജ് രാവിലെ പറഞ്ഞു 7 മണിക്ക് പള്ളിയിൽ പോകാനുണ്ട്. അപ്പോൾ അതിനെ റെഡി ആകണം. പക്ഷെ റെഡി ആയിക്കോ, പക്ഷെ മോർണിംഗ് വാക്ക് കൂടെ കണ്ടു. അപ്പോൾ നീതുവിനും കുടുംബത്തിനും നല്ലൊരു ഞായറാഴ്ച ആശംസിക്കുന്നു. അഭിലാഷ് പന്തളം പറയുന്നു ഗുഡ് മോർണിംഗ്, ഞാൻ കാപ്പി കുടിക്കുന്നു. ജിൻസ് കുര്യാക്കോസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ ബർത്ത്ഡേ വിഷ് ചെയ്യാം കേട്ടോ. ഇനി ഫാത്തിമ സുഹല രണ്ടുപേരും എന്നാണ് മലപ്പുറത്തേക്ക് വരിക എന്ന് ചോദിക്കുന്നു. മലപ്പുറത്തേക്ക് വരും. അബ്ദുൾ മജീദ് ഇന്ന് ഫാസ്റ്റിംഗ് ഡേ ആണെന്ന് പറയുന്നു. അപ്പോൾ റംസാൻ വ്രതത്തിന്റെ തുടക്കത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. സീന മുഹമ്മദ് മോർണിംഗ് വാക്ക് കാണാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ മോനടക്കം 5 മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ മോർണിംഗ് വാക്ക് തുടങ്ങിയോ എന്ന് ചോദിക്കും. അപ്പോൾ വാലന്റിനോയെ നമ്മൾ കണ്ടു. അപ്പോൾ വാലന്റിനോയ്ക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ്. സൺ അനിലസ് എബ്രഹാം തോമസ്, സമീർ എബ്രഹാം തോമസ് പറയുന്നുണ്ട് സ്മിതയുടെ സുസ്മിതം എന്നാണ് ചേട്ടൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ചേച്ചിക്ക് എനിക്ക് തോന്നി, ചിലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് ആ പേരിട്ടെന്ന്. നന്നായി ചിരിക്കുന്ന ആളെന്നുള്ള അർത്ഥത്തിൽ സ്മിത. ഉണ്ണികൃഷ്ണൻ എൻ്റെ മെസ്സേജുണ്ട്. അനീസിയ, മോഹനൻ പി, രജിത് KS, ലതിക, അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. മെസ്സേജുകൾ നമ്മൾ വായിച്ചതിൻ്റെ സംക്ഷിപ്ത രൂപം പ്രേക്ഷകരിലേക്ക് എത്തിക്കും.